റിഫൈൻഡ് ഷുഗർ സ്ഥിരമായി കഴിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇന്ന് റിഫൈൻഡ് ഷുഗർ എന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ ശേഷിയുള്ള, നമ്മുടെ മാനസികാവസ്ഥയെ പോലും മാറ്റാൻ ശേഷിയുള്ള ലൈസൻസ്ഡ് ഡ്രഗ്, അതാണ് റിഫൈൻഡ് ഷുഗർ. എങ്ങനെയാണ് ഇത് ഇത്രയും അഡിക്റ്റീവ് ആവുന്നത്? അതിനു മുമ്പ് നമുക്കിതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് അറിയണം. ഷുഗർ കെയിൻ ഓർ ഷുഗർ ബീറ്റ്സ് എന്നിവയിൽ നിന്നുമാണ് ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും സൾഫർ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറിക് ആസിഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ആക്ടിവേറ്റഡ് കാർബൺ എന്നീ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇത് റിഫൈൻ ചെയ്യപ്പെടുമ്പോൾ ഇവയിലെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, എൻസീം എന്നീ പോഷകങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു. ഈ റിഫൈൻഡ് ഷുഗർ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസിന് സമ്മർദ്ദം ചെലുത്തുകയും ക്രോമിയം വിതരണം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലാ ബി വിറ്റാമിനുകളും ഇത് ഇല്ലാതാക്കുന്നു. ഇത് നമ്മുടെ വയറ്റിൽ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ശ്രവണം നിർത്തുകയും ആമാശയത്തിൽ ദഹിപ്പിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ ഡോപ്പമൈനും സെറട്ടോണിനും ഫീൽ ഗുഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ അഡിക്റ്റീവായി മാറാൻ റിഫൈൻഡ് ഷുഗറിന് വലിയ പണിയൊന്നുമില്ല. ഈ റിഫൈൻഡ് ഷുഗറിന്റെ അമിത ഉപയോഗം ഡയബറ്റീസ് മാത്രമല്ല, വെയിറ്റ് ഗെയിൻ, മൂഡ് സ്വിങ്സ്, ദേഷ്യം എന്നീ അവസ്ഥകളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മളിത് കഴിച്ച് ശീലിച്ചത് കാരണം നമുക്കിത് പെട്ടെന്ന് ഒഴിവാക്കാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷേ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക.